ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് മീനിൻ്റെ തല വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വറ്റമീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ബൗൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 4 പീസ് കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. കറി വയ്ക്കാനുള്ള മൺചട്ടി എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോണ വരെ ഇത് നമുക്ക് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഒരു ബൗൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുടംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ തലയുടെ ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസുകളും കറിയിൽ മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കണമെങ്കിൽ കറിയിൽ മുങ്ങിക്കിടക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ അടിഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നാലാണ് മേൽഭാഗത്തൊക്കെ മസാലയൊക്കെ പിടിച്ച് വരുള്ളൂ. ഇനി ഇത് നന്നായി തിളച്ചിട്ട് കറിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ കറി വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഈ സമയത്ത് ഒരു പിടി കറിവേപ്പില ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.